Hi friends, welcome back to Creative How. ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇതേപോലെ പഴയ ചാക്ക് ഉപയോഗിച്ചിട്ട് ഒരു ചിലവുമില്ലാതെ ഇതേപോലെ ഒരു അടിപൊളി ഊഞ്ഞാലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വലിയ ആൾക്കാർക്കും ചെറിയ കുട്ടികൾക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ അരിയൊക്കെ കൊണ്ടുവരുന്ന ഒരു ചാക്കാണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. ഇതേപോലത്തെ ഒരു ത്രെഡ് കട്ടർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ രണ്ട് സൈഡിലത്തെ നൂലൊന്ന് അയച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് രണ്ട് സൈഡിൽ ഞാൻ ഫുള്ളായിട്ട് നൂല് അയച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ സിസർ വെച്ചിട്ട് രണ്ട് സൈഡും മേൽഭാഗം രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇതേപോലെ ഫുള്ള് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു തുണി നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് സൈഡിൽ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് വേണമെന്നില്ല, ഞാനൊരു ഭംഗിക്ക് വേണ്ടി ചെയ്തതേ ഉള്ളൂ. ഒരു സൈഡ് അടിച്ചിട്ട് ഈ തുണി ഇതേപോലെ തന്നെ തിരിച്ചിട്ടിട്ട് ഒന്നുകൂടെ അടിച്ചു കൊടുക്കുക. ഇത് ഫുള്ളായിട്ട് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആ ഒരു ഭാഗം ഞാൻ സിക്സാഗ് സ്റ്റിച്ച് വെച്ചിട്ട് നൂലൊന്ന് വിട്ടുപോയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സിക്സാഗ് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇതും നിർബന്ധമില്ലാത്ത കാര്യമാണ്. ഞാൻ ഇതേപോലത്തെ കുറച്ച് കട്ടിയുള്ള പൈപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ച് കട്ടിയുള്ള പൈപ്പ് തന്നെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോൾ PVC പൈപ്പ് കട്ടിയില്ലാത്ത PVC പൈപ്പൊക്കെ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ കട്ടിയുള്ള ഒരു PVC പൈപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചാക്ക് എത്ര നീളമുണ്ടോ അതിൻ്റെ 1 ഇഞ്ച് കുറച്ചിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതേപോലെ 2 പൈപ്പ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നേരത്തെ നമ്മൾ സിക്സാഗ് സ്റ്റിച്ച് കൊടുത്ത ആ ഒരു സൈഡിൽ ഇതേപോലെ പൈപ്പ് വെച്ചിട്ട് ഈ പൈപ്പ് അതിൻ്റെ ഉള്ളിലൂടെ ഇടേണ്ടതാണ്. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് എത്ര വേണം എന്നുള്ളത് നോക്കിയിട്ട് അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. മെഷീൻ ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഈ സൈഡ് മടക്കി വെച്ചിട്ട് ചാക്ക് തുന്നുന്ന നൂലുകൊണ്ടൊന്ന് തുന്നിയെടുത്താലും മതി. മെഷീനിൽ തുന്നാണെങ്കിൽ 2-3 സ്റ്റിച്ച് കൊടുക്കുക വിട്ടു പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഫുള്ളായി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേപോലെ നമ്മൾ പൈപ്പ് ഇടാനുള്ള ഹോളാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇതേപോലത്തെ ഒരു കയറ് യൂസ് ചെയ്യുന്നുണ്ട്. ഒക്കെ എവിടെയാണ് നമ്മൾ ഊഞ്ഞാൽ കെട്ടേണ്ടത് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് ഒരു കയർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കയർ ഞാൻ ഈ പൈപ്പിൻ്റെ ഉള്ളിലൂടെ ഇട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ നേരത്തെ അടിച്ച ചാക്കിൻ്റെ ആ ഹോൾസിൻ്റെ ഉള്ളിലൂടെ ഈ പൈപ്പ് ഞാൻ കയറ്റി കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഇട്ടെടുക്കാം. ഇതിൻ്റെ നേരെ സെൻറ്ററിലായിട്ട് ഒരു കെട്ട് കൊടുക്കുക. സാധാ ഒരു കെട്ട് തന്നെ കൊടുക്കുന്നുള്ളൂ. അതേപോലെ ഒരു കെട്ട് അവിടെ കൊടുക്കും. അതേപോലെ തന്നെ അടുത്ത സൈഡിൽ ഇതേപോലെ തന്നെ ഒരു കെട്ട് കൊടുക്കുക. അപ്പോൾ ഏകദേശം നമ്മൾ ഊഞ്ഞാലിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് 2 ജനലുള്ള റൂമിൽ തന്നെ 2 ജനൽ അടുപ്പിച്ചാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുത്ത് റൂമിൽ തന്നെ ആടാം. അല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് കെട്ടാന്നുണ്ടെങ്കിൽ ഇതേപോലെ മരങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കെട്ടിക്കൊടുത്തിട്ട് ഒരു പില്ലോ വെച്ചിട്ട് കുട്ടിക്ക് നല്ല ഉഷാറായിട്ട് കിടന്ന് തന്നെ ഊഞ്ഞാലാടാൻ പറ്റും. പിന്നെ ഇത് കുറച്ചുകൂടെ കട്ടിയുള്ള പൈപ്പ് എന്തെങ്കിലും യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ വലിയ ആൾക്കാർക്ക് ഇതിൽ ഇരുന്നിട്ട് ഊഞ്ഞാലാടാൻ പറ്റും. അപ്പോൾ ഇത് ഊഞ്ഞാലാടിയതിന് ശേഷം ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് കെട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ ഇത് കേട് വരാതെ നല്ലപോലെ നിന്നോളും.